يا مرادي مرادي أهل بدر يا مرادي. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ, റമദാനിലെ വിശേഷപ്പെട്ട നോമ്പ് ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങോട്ട് എല്ലാവരും തിക്കും തിരക്കുമായിരിക്കും. പെരുന്നാൾ ആഘോഷിക്കാനുള്ള സന്തോഷത്തിലായിരിക്കും, വസ്ത്രമെടുക്കാനുള്ള തിരക്കിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനിടയിൽ എല്ലാവരും ശ്രദ്ധിക്കണം. പൊതുവേ നമുക്ക് ഒരു സന്തോഷം വരുമ്പോഴാണ് നമ്മളറിയാതെ ഒരു ദുഃഖം കടന്നു വരിക. അതും സഹിക്കാൻ പറ്റാത്ത, മറക്കാൻ പറ്റാത്ത വലിയൊരു വേദന നമ്മളിലേക്ക് എത്തുക. പടച്ചറബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കുമാറാകട്ടെ. ഓരോ മരണത്തിലൂടെയും പടച്ചറബ്ബ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് ഓരോരോ പാഠങ്ങളാണ്. ഏറെ വേദനയോടെയാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. ഇന്നലെയായിരുന്നു ഇത് സംഭവിച്ചത്. ചില മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കാൻ നമുക്ക് തന്നെ പറ്റാറില്ല. നമ്മൾ തന്നെ സ്റ്റക്കായി പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മരണവാർത്ത നിങ്ങളുടെയൊക്കെ മുന്നിലെത്താൻ ലേറ്റായത്. ഈ ഒരു സന്തോഷവേളയിൽ ഒരു കുടുംബത്തിൻ്റെ വേദനയിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളൊക്കെ പങ്കുചേരാൻ പോകുന്നത്. ഈ ഒരു ചാനലിൽ കൂടി നമ്മൾ ഒരുപാട് മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും അറിയാത്ത ഏതൊക്കെയോ കുടുംബത്തിൽ ഒരു അംഗമായി അവരുടെ വേദനയിൽ ഞാനും നിങ്ങളുമൊക്കെ പങ്കുചേർന്നിട്ടുണ്ട്. ഒരുപാട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. പെരുന്നാളിൻ്റെ മധുരത്തിന് പകരം കണ്ണീർ മഴ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചില മരണങ്ങൾ അങ്ങനെയാണ്. ആ കുടുംബത്തിന് മാത്രമല്ല, കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമുക്ക് പോലും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? ഇന്നലെ വരെ കൂടെ കിടന്ന, അത്തായത്തിനൊക്കെ എഴുന്നേൽക്കുമ്പോൾ കുസൃതികൾ കാണിക്കുന്ന നമ്മുടെ മക്കൾ പെട്ടെന്നൊരു ദിവസം ഇല്ലാതാകുമ്പോഴുള്ള അവസ്ഥ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവരുടെ സാന്നിധ്യമില്ലാത്ത ആ ഒരു വീട് നരക തുല്യമായിരിക്കും ആ കുടുംബത്തിന്. മരണപ്പെട്ടവർ പടച്ചറബിലേക്കാണ് മടങ്ങിയത്. പക്ഷേ ഇവിടെ ജീവിച്ചിരിക്കുന്ന കുടുംബവും അവരുടെ മാതാപിതാക്കളും അനുഭവിക്കുന്ന വേദന നമ്മളൊക്കെ തൊട്ടറിഞ്ഞതാണ്. അവരുടെ മനസ്സ്, മാനസിക നില തന്നെ തെറ്റിപ്പോയ എത്രയെത്ര മാതാപിതാക്കളുണ്ട്. എന്തോ അവരുടെ ചെറിയ ഓർമ്മകളിൽ അവരിന്നും ജീവിക്കുന്നു. മക്കളുടെ ആ ഒരു കളിയും ചിരിയുമുള്ള ആ ഒരു പഴയകാല ഓർമ്മകളിലൂടെ നമ്മളൊക്കെ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഒരു കുടുംബത്തിൽ പെരുന്നാൾ ഉടുപ്പിന് പകരം വെള്ളത്തുണിയാണ് ആ മോന് വാങ്ങേണ്ടി വന്നത്. ഇന്നലെ ശനിയാഴ്ച രാവിലെ ആയിരുന്നു സംഭവം. നാടിനെയും നാട്ടുകാരെയും നടുക്കിയ ആ ഒരു അപകടം ഇന്ന് ആ നാട് തന്നെ സങ്കടത്തിലായിരിക്കുകയാണ്. ആ കുടുംബത്തിൽ ചെന്ന് നോക്കിയാൽ അവരിന്ന് വളരെയേറെ തിരക്കിലാണ്. മക്കൾക്ക് പെരുന്നാൾ വസ്ത്രം വാങ്ങാനുള്ള തിരക്കിൽ. അങ്ങനെ നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ അവർ വീട്ടിൽ നിന്നും ഇറങ്ങിയതാണ്. ടൗണിലേക്ക് പോകാൻ ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ഇതിനിടെ ഷാക്കിർ എന്ന ഈ പൊന്നുമോന് മിഠായി തിന്നാനുള്ള കൊതി വരികയായിരുന്നു. അങ്ങനെ മിഠായി വാങ്ങിക്കാൻ വേണ്ടി റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് മരണം കാറിൻ്റെ രൂപത്തിൽ എത്തിയത്. ഏറെ വേദനയായിപ്പോയത് ആ പൊന്നുമോന് സംസാരശേഷിയും കേൾവിശേഷിയും നഷ്ടപ്പെട്ട മോനായിരുന്നു അത്രേ. അതുകൊണ്ടായിരിക്കാം ആ പൊന്നുമോന് ദൂരെ നിന്നും വന്ന വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കാനായില്ല. ദൂരെ നിന്നും ഓടിപ്പാഞ്ഞെത്തിയ ആ കാറ് പൊന്നുമോനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. തെറിച്ചു വീണ പൊന്നുമോൻ്റെ അടുത്തേക്ക് ആ ഉമ്മ ഓടി വരികയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ വാരിക്കോരിയെടുത്ത് ഉടനെ തന്നെ ആശുപത്രിയിലെത്തിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. പെരുന്നാളിൻ്റെ വസ്ത്രമെടുക്കാൻ പോയതാ. കുളിപ്പിച്ചൊരുക്കി അണിയിച്ച വസ്ത്രം മയ്യത്തിൻ്റെ വസ്ത്രമായിരുന്നു. പെരുന്നാളിൻ്റെ സന്തോഷത്തിനിടയിൽ കേൾക്കേണ്ടി വന്ന ഈ ഒരു വാർത്ത അവരുടെ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. മരണം വരുന്ന വഴി നിങ്ങൾ നോക്കിയേ. ഒരു മിഠായി തിന്നാനുള്ള കൊതി തോന്നുകയാണ് ആ പൊന്നുമോൻ. ഈ എല്ലാ നോമ്പ് വരുമ്പോഴും നമുക്ക് ഈ കുഞ്ഞിനെ ഓർമ്മ വരും. പ്രിയപ്പെട്ടവരെ, ആ കുഞ്ഞിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അവരുടെ മാതാപിതാക്കൾക്കും. ജന്മനാ സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത മകനായിരുന്നു. ഈ അപകടം നടന്നിരിക്കുന്നത് കാസർഗോഡ് മാന്യയിലായിരുന്നു. പെരുന്നാളിൻ്റെ ആഘോഷത്തിമർപ്പിലായ ആ ഒരു നാടിന്ന് കണ്ണീരിലാണ്. മാന്യ സ്വദേശികളായ സിദ്ദിഖ് ഷംസീന ദമ്പതികളുടെ മൂന്നാമത്തെ മകനായിരുന്നു ഷാക്കിർ. 7 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. രാവിലെ പെരുന്നാൾ വസ്ത്രം വാങ്ങാൻ പോകുന്നത് കൊണ്ട് തന്നെ പൊന്നുമോൻ ഏറെ സന്തോഷത്തിലായിരുന്നു അത്രേ. പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കേണ്ട ആ പൊന്നുമോന് ഇന്ന് പടച്ചറബിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, ആ കുടുംബം ഇന്നുള്ളത് വല്ലാത്തൊരവസ്ഥയിലാണ്. പെട്ടെന്ന് മൗനത്തിലായിപ്പോയ ആ ഒരു കുടുംബം. ആ മാതാവിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. നല്ലൊരു മാസമാണ്. എല്ലാവരുടെ ദുആ പടച്ചറബ് കേൾക്കും തീർച്ച.
ഈയിടെ അടുത്തായിട്ട് ഒരുപാട് മക്കളായി ഇതുപോലെ അബദ്ധത്തിലും അപകടത്തിലും ചെന്ന് മരണപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. മക്കൾക്ക് ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം അവരിലുണ്ടാകും. ചെറിയ മക്കളാണ്, അപകടത്തിലും അബദ്ധത്തിലുമൊക്കെ വന്നുപെടാം. ആ മാതാപിതാക്കളെ നമ്മൾ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും? അവരോട് എന്ത് പറഞ്ഞാലാണ് അവർക്കൊരു ആശ്വാസം കിട്ടുക? ആര് പറഞ്ഞാലാണ് അവർക്ക് സമാധാനം കിട്ടുക? പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക. പടച്ച റബ്ബിന് മാത്രമേ അതിന് സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ ഈ ഒരു മോനും മരണപ്പെട്ടു പോയതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച. അടുത്തടുത്തായി നിരവധി മരണങ്ങളാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതും അപകട മരണം. ഈ ഒരു പൊന്നുമോന് മരണപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ബുധനാഴ്ച മഗ്‌രിബ് നിസ്കരിച്ച് വരികയായിരുന്നു പൊന്നുമോന്. അങ്ങനെ വീടിൻ്റെ സമീപത്ത് വെച്ച് ആ കുഞ്ഞ് ഒരു ബൈക്ക് അപകടത്തിൽപ്പെട്ടു. ഉടനെ തന്നെ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റൽ ചികിത്സയിലായിരിക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെ മരണപ്പെടുകയും ചെയ്തു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരിശുദ്ധ റമളാൻ മാസത്തിലെ പുണ്യ ദിവസമായ വെള്ളിയാഴ്ച നമ്മോട് വിട പറഞ്ഞത് മുഹമ്മദ് സൈൻ ഷമീർ എന്ന ഈ ഒരു പൊന്നുമോനായിരുന്നു. പരമകാരുണ്യവാനായ അള്ളാഹു സ്വർഗത്തിലെ പൊൻതാരങ്ങൾക്ക് സമാനമായ ഉയർന്ന പദവി നൽകുമാറാകട്ടെ നമ്മുടെ പൊന്നുമക്കൾക്കൊക്കെ. നാളെ അവരുടെ മാതാപിതാക്കളെ അവരുടെ കൂടെ സ്വർഗത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, ഈ രണ്ട് പൊന്നുമക്കൾക്കും നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അവരുടെ മാതാപിതാക്കൾക്ക്, കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ച റബ്ബേ, ആ കുടുംബത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ നിനക്കറിയാലോ റബ്ബേ. ആ കുടുംബത്തിന്, ആ പൊന്നുമക്കളുടെ മാതാപിതാക്കൾക്ക് നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരലേ റബ്ബേ. നാളെ നമുക്ക് കഫപ്പുടവ അണിയിക്കേണ്ട മക്കളാണ് റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി ലാളിച്ച് കൊഞ്ചിച്ച് വളർത്തിയതാണ് റബ്ബേ. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ പൊന്നുമക്കളെ നീ കൊണ്ടുപോകല്ലേ റബ്ബേ. നമ്മളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി തരണേ റബ്ബേ. നമ്മുടെ മക്കളെ കൊണ്ടുപോയി നമ്മളെ പരീക്ഷിക്കല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ റബ്ബേ, ആരോഗ്യം കൊടുക്കണേ റബ്ബേ, ബുദ്ധി കൊടുക്കണേ റബ്ബേ, സന്തോഷമുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് തരണേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെയൊക്കെ റമളാനിലെ ഈ നോമ്പ് നീ സ്വീകരിക്കണേ റബ്ബേ. അതിൻ്റെ പ്രതിഫലം മരണപ്പെട്ടവരിലേക്ക് എത്തിക്കണേ റബ്ബേ. അല്ലാഹ്, കീറിമുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.